ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നെങ്കിൽ മെക്സിക്കോയിലെ കിഡിലൻ വൈബോസ്കി സ്പോട്ടായിട്ടുള്ള അല്ലെങ്കിൽ ചരിത്രപരമായിട്ടും ഒരുപാട് സാംസ്കാരികപരമായിട്ടും വളരെയധികം പ്രത്യേകതകളുള്ള തുലും അഥവാ തുളും എന്ന് പറയുന്ന ചരിത്ര നഗരത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി വെൽക്കം ടു തുലും. തുളും എന്ന് പറയുന്ന ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള മായന്മാരുടെ ചരിത്രവുമായിട്ട് ഒരുപാട് കണക്ട് ചെയ്തെടുക്കുന്ന സ്ഥലമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മായന്മാരുടെ സമയത്ത് ഏറ്റവും വലിയതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ളൊരു തുറമുഖമായിരുന്നു ഈ തുളും എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. 13-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെയുള്ള മായന്മാരുടെ കാലഘട്ടത്തിൽ ഈ തുറമുഖത്തിനും തുളും എന്ന് പറയുന്ന സ്ഥലത്തിനും വളരെയധികം പ്രാധാന്യം കിട്ടും. അവരുടെ ഡെവലപ്മെന്റ്സിനും അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മായന്മാരുടെ പീക്ക് ടൈമാണ്. അവരെ സാമ്പത്തികപരമായിട്ടും എന്താ പറയുക, സാംസ്കാരികപരമായിട്ടും ബുദ്ധിപരമായിട്ടും പല കാര്യങ്ങളിൽ അവർ മികച്ചു നിൽക്കുന്ന സമയം. അതുകൊണ്ട് തന്നെ തുളും എന്ന് പറയുന്ന ഈ സ്ഥലത്തിനും തുറമുഖത്തിനും വളരെ പ്രധാനപ്പെട്ട റോളാണ് ഇട്ടുള്ളത്. വേറൊരു കാര്യം പറയാനുള്ളത്, മായന്മാരുടെ കാലത്ത് അവസാനം നിർമ്മിക്കപ്പെട്ട നഗരമാണിട്ടത്. ടിക്കറ്റിനായിട്ട് വരി നിൽക്കുന്ന ആൾക്കാരെയാണ് നിങ്ങൾ ഈ കാണുന്നത്. അവിടത്തേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഏകദേശം ഒരു 10 കൂടി നമ്മളവിടെ എത്തിയെങ്കിലും ഭയങ്കര ലൈനായിരുന്നു കേട്ടോ. ഒരുപാട് ആളുകൾ അവിടെ ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഈ ഓൺലൈൻ ബുക്കിംഗ് സൗകര്യത്തിന് എന്തൊക്കെയോ പ്രശ്നം വന്ന് ആകെ അൽക്കുലത്തായി കിടക്കുക. ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു ഓരോ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മായന്മാരുടെ സമയത്തുള്ള വലിയൊരു നഗരത്തിലാണ് ഞാൻ നിൽക്കണമെന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. ആ സമയത്ത് അത്രത്തോളം ഉണ്ട് അവിടുത്തെ കാഴ്ചകളും അതുപോലെ തന്നെ അവരുടെ ഈ എന്താ പറയുക നഗരത്തിൻ്റെ അവശിഷ്ടങ്ങളും പല എന്താ പറയുക ഈ ടൗൺഷിപ്പിൻ്റെ ഭാഗമായിട്ടുള്ള അവരുടെ സമയത്തുള്ള ടൗൺഷിപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഓരോരോ എന്താ പറയുക ഈ കെട്ടിടങ്ങളെ അവശിഷ്ടങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കുകയായിരുന്നു. ഇവിടെയൊക്കെ വരാൻ പറ്റിയതും കാണാൻ പറ്റിയതൊക്കെ എന്തോ ഒരു ഭാഗ്യം പോലെയാണ് ഞാൻ കണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് നടന്ന് കാണാനായിട്ടുള്ളത്. ഒരുപാട് നമ്മൾ നടക്കുമ്പോൾ വാക്കിംഗ് ട്രയൽസൊക്കെ നല്ല രീതിയിൽ അവർ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ സ്പോട്ടിലും നമുക്ക് ഈ കരീബിയൻ കടലിൻ്റെ അതിമനോഹരമായിട്ടുള്ള വ്യൂ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളിങ്ങനെ നല്ലൊരു എന്താ പറയുക അധികം ചൂടില്ലാത്തൊരു വെതറായിരുന്നു ആ സമയത്ത്. നല്ല ഷാഡോസും അതിലൂടെ നമ്മളിങ്ങനെ നന്നായിട്ട് എൻജോയ് ചെയ്ത് ഇങ്ങനെ നടന്ന് മനോഹരമായിട്ടുള്ള കുറേ കാഴ്ചകളും കാണാം. അതുപോലെ തന്നെ കുറേ നമ്മൾ അങ്ങോട്ട് നടന്നു കഴിയുമ്പോൾ ഒരു നല്ലൊരു എന്താ പറയുക ഇവരുടെ തുറമുഖത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ടുള്ളൊരു ബീച്ച്, നല്ലൊരു സാൻഡി ബീച്ചിൽ നമ്മൾ എത്തും. അവിടെ പ്രധാനമായിട്ടും ആളുകൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീന്തി കുളിക്കാനാണ്, തിമിർത്ത് ആഘോഷിക്കാനാണ്. കയ്യിലൊരു ബിയർ ബോട്ടിലും വൈൻ ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ലെമനേഡൊക്കെ വെച്ചിട്ട് എന്താ പറയുക പോയി നീന്തിയതിന് ശേഷം കരയിൽ വന്ന് കുറച്ച് നേരം കിടക്കുക, ഡ്രിങ്ക്സ് കഴിക്കുക, പിന്നെയും പോയി നന്നായിട്ട് സ്വിം ചെയ്ത് വീണ്ടും വരിക, റിലാക്സ് ചെയ്യുക. അതിനൊക്കെ മൊത്തത്തിൽ ഇങ്ങനത്തെ പരിപാടികൾക്കൊക്കെ വേണ്ടിയിട്ടും കൂടിയുള്ളൊരു സ്ഥലം കൂടിയാണ് ഇത്. ചരിത്രപരമായിട്ടുള്ള സ്ഥലമാണെങ്കിലും പക്ഷേ എന്താ പറയുക നമുക്ക് പരമാവധി എൻജോയ് ചെയ്യാനുള്ള സെലിബ്രേറ്റ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടുത്തെ ഈ ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. തുളും എന്ന ചരിത്ര നഗരത്തിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോകാനുള്ള ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. അതുപോലെ തന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റ് മെക്സിക്കൻ യാത്രകളെക്കുറിച്ചുള്ള എൻ്റെ മറ്റ് വീഡിയോസ് കാണണമെങ്കിൽ ഞാനതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ എൻ്റെ സ്ക്രീനും ഞാൻ കൊടുക്കാം. താല്പര്യമുള്ളവർ പോയി ചെന്ന് കാണാൻ സപ്പോർട്ട് ചെയ്യാം.